നമസ്കാരം, നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക കൂട്ടായ്മയെ ദൃഢപ്പെടുത്തുന്നതോടൊപ്പം കലാകായിക സാംസ്കാരിക മേളയിലൂടെ ലഹരി എന്ന വിപത്തിനെ ഇല്ലായ്മ ചെയ്യുക കൂടിയാണ് മെഹന്തി ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മൈലാഞ്ചി മൊഞ്ചിന്റെ ശീലുകൾ തീർത്ത തൃത്താല ചേല് മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. കൈവെള്ളകളിൽ വിരിയുന്ന വിസ്മയ കാഴ്ചകളുമായി വട്ടനാട് ഗവൺമെന്റ് LP സ്കൂൾ മെഹന്തി ഫെസ്റ്റിന് വേദിയായപ്പോൾ മത്സരത്തിനപ്പുറം കലയുടെയും സംഗമത്തിന്റെയും ആഘോഷമായി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ പ്രത്യേക താൽപര്യത്തിലൊരുങ്ങിയ തൃത്താല ചേല് മെഹന്തി ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ടും ഡിസൈനുകളുടെ പുതുമ കൊണ്ടും ശ്രദ്ധേയമായി. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നെത്തിയ 100ഓളം പേരാണ് തങ്ങളുടെ സർഗാത്മകതയുമായി ഈ ഫെസ്റ്റിവലിൽ അണിനിരുന്നത്. അവർക്കൊപ്പം മന്ത്രി കൂടി പങ്കാളിയായി. ഒന്നിനൊന്ന് വ്യത്യസ്തമായ മെഹന്തി ഡിസൈനുകൾ വട്ടേനാട് സ്കൂളിനെ ഒരു ചിത്രശാലയാക്കി. പരമ്പരാഗതമായ അറബിക് ശൈലികൾക്കൊപ്പം സൂക്ഷ്മതയാർന്ന മൊറോക്കൻ ഡിസൈനുകളും വടിവത്ത മണ്ഡല കലയും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഫ്ലോറൽ ഡിസൈനുകളും കൗതുകകരമായ കാഴ്ചയായി. ഓരോ കൈകളിലും ഒരു കഥ പോലെ മൈലാഞ്ചി വർണ്ണങ്ങൾ നിറഞ്ഞപ്പോൾ നാടിന്റെ നന്മയെയും പൈതൃകത്തെയും ചേർത്ത് പിടിക്കുന്ന ഒന്നായി മാറി. മെഹന്തി ഫെസ്റ്റിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ യഹീദ, മാജ്ദ എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭാഗ്യ ശ്രീലക്ഷ്മി, പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ നിഹാര ഐഷിഫ എന്നിവർ 2ാം സ്ഥാനവും നേടി. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ സഫ്രീന, ഷസ്മിന, പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ ഫാത്തിമത്ത് റബീഹ, റഹീഹ, ഹാദിയ ഷമീറ എന്നിവർ 3ാം സ്ഥാനവും പങ്കിട്ടു. പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റും നൽകി. കലാകാരന്മാരായ ഗോപു പട്ടിത്തറ, VM ബഷീർ, PC രേണുക എന്നിവരായിരുന്നു വിധികർത്താക്കൾ. പട്ടാമ്പി നഗരസഭയെയും ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മഞ്ഞളുങ്ങൽ കൊണ്ടൂർക്കര പട്ടാമ്പി റോഡിന്റെ നവീകരണം പൂർത്തിയായി. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചത്. മുഹമ്മദ് മൂസിൻ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭയെയും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മഞ്ഞളുങ്ങൽ കൊണ്ടൂർക്കര പട്ടാമ്പി റോഡിന്റെ നവീകരണ പ്രവൃത്തികളാണ് പൂർത്തിയായത്. റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 2 ഘട്ടങ്ങളിലായാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. മുഹമ്മദ് മൂസിൻ MLA നവീകരണം പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2016 ഞാൻ ജനപ്രതിനിധിയായി വരുമ്പോൾ പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിലെ PWD റോഡുകൾ എല്ലാം തന്നെ 2 റോഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാം തകർന്നു കിടക്കുന്നു. അപ്പൊ ഗ്രാമീണ റോഡുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ PWD റോഡുകളാണ് നേരിട്ട് MLA ചെയ്യേണ്ടതും നേരിട്ട് MLAക്ക് എതിരായിട്ട് വരുന്നത്. മുഴുവൻ PWD റോഡുകൾ നവീകരിക്കാൻ വേണ്ടി നമ്മൾ ഫണ്ട് വെക്കുകയും അതിന്റെ പിറകെ നിൽക്കുകയുമാണ് ആദ്യം ചെയ്യുന്നത്. പട്ടാമ്പി പുലാമന്തോൾ റോഡ്, അതോടൊപ്പം തന്നെ നമുക്കറിയാം വല്ലപ്പുഴ മുളയങ്കാവ് റോഡ്, വല്ലപ്പുഴ വാണിയമ്പലം റോഡ്, വല്ലപ്പുഴ ചെറുത്തുശ്ശേരി റോഡ്, നമ്മുടെ കൊപ്പം വളാഞ്ചേരി റോഡ്, കൈപ്രം വെളുത്തൂർ ചെമ്പ്ര റോഡ്, നമ്മുടെ മുതുതല മുതൽ അങ്ങോട്ട് പോകുന്ന റോഡ് പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ മല്ലിപ്പുറം റോഡ്, മുതുതല നമ്മുടെ കൊടുമുണ്ട റോഡ് തുടങ്ങി നമ്മുടെ മണ്ഡലത്തിലെ പുരാച്ചിപ്പടി നടുവട്ടം റോഡ്, അതുപോലെ മപ്പാട്ടുകര നെല്ലായ റോഡ് തുടങ്ങി നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നിരവധി റോഡുകൾ നവീകരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ പട്ടാമ്പി നിള IPT റോഡ്. ആ റോഡിന്റെ നിർമ്മാണവും ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഗ്രാമീണ റോഡുകൾ, മറ്റ് ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ നമ്മൾ റീടാർ ചെയ്യുന്ന പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. എന്നാൽ PWD റോഡുകൾക്ക് പുറമെ ഗ്രാമപഞ്ചായത്തുകളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന രീതിയിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, പട്ടാമ്പി നഗരസഭ കൗൺസിലർ K മധുസൂദനൻ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
തൃത്താലയിൽ വീട്ടമ്മയെ ആക്രമിച്ച് കവർച്ച 4 പവനോളം സ്വർണ്ണാഭരണവും 7 ലക്ഷത്തോളം രൂപയും മോഷണം പോയതായി പ്രാഥമിക വിവരം. ഞാങ്ങാട്ടിരി കരിമ്പനക്കടവിന് സമീപത്ത് കാട്ടുപറമ്പത്ത് റസാക്കിന്റെ ഭാര്യ സൽമത്തിനെയാണ് ആക്രമിച്ച് കവർച്ച നടത്തിയത്. ഇവരുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞും വായിൽ തുണി കയറ്റിയുമാണ് 2 അംഗ സംഘം മോഷണം നടത്തിയതെന്നാണ് പരാതി. സൽമത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളാണ് 2 പേർ കവർച്ച നടത്തി ഓടി രക്ഷപ്പെടുന്നത് കണ്ടത്. തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃത്താല പട്ടിത്തറയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഭാരതപ്പുഴയിലേക്ക് മറിഞ്ഞ അപകടം. കഴിഞ്ഞ ദിവസം വൈകിട്ട് പട്ടിത്തറ പുഴ തീരത്തെ റോഡിലായിരുന്നു അപകടം. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ റോഡിൽ നിന്നും നിയന്ത്രണം നഷ്ടമായി താഴ്ചയേറിയ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. തീരത്തോട് ചേർന്ന വെള്ളമില്ലാത്ത ഭാഗത്തേക്കായിരുന്നു വാഹനം വീണത്. അപകടത്തിൽ ഷൊർണൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറും സഹയാത്രികനും നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് തൃത്താല പോലീസ്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ലക്കുകെട്ട് പെട്ടി ഓട്ടോറിക്ഷയുമായി പാഞ്ഞ് കാർ യാത്രികയെ ഇടിച്ചു കൊല്ലാൻ നോക്കിയ പ്രതിക്കെതിരെ തൃത്താല പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പെട്ടി ഓട്ടോ ഡ്രൈവർ എം ഷിജു ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 7:45 പള്ളിപ്പുറം കൊടിക്കുന്ന് റോഡിലാണ് ഇയാൾ മദ്യപിച്ച് ലക്കുകെട്ട് അപകടകരമായ രീതിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചത്. ഇതിനിടയിൽ റോഡരിയിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ഇയാൾ ഓട്ടോ ഇടിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് തലയ്ക്ക് പരിക്കേറ്റു. സംഭവം അറിഞ്ഞ് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ഉടൻ തന്നെ പിടികൂടി. മദ്യപിച്ച് വാഹനമോടിച്ച് സ്ത്രീയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് ചുമത്തിയത്. പിന്നീട് ആശുപത്രിയിലും പ്രതി ബഹളം വെച്ച് അക്രമാസക്തനായതായി പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡിൽ വിട്ടു. പ്രസിദ്ധമായ ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരത്തലേന്ന് നടന്ന നടപ്പുരമേളവും പൂരവാണ്യവും ദീപാലങ്കാരങ്ങളും ശ്രദ്ധേയമായി. 3 ജില്ലകളുടെ സംഗമഭൂമിയായ ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിലേക്ക് ആയിരങ്ങളാണ് ശനിയാഴ്ച വൈകിട്ട് ഒഴുകിയെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ മൈതാനത്ത് മലബാറിലെ ഏറ്റവും വലിയ ഏകദിന പൂരവാണിഭത്തിന് ബേപ്പൂർ മുതൽ കൊച്ചി വരെയുള്ള വ്യാപാരികളെത്തി. ഇടത്തരം മത്സ്യക്കച്ചവടക്കാരുടെയും നാടൻ ഉൽപ്പന്നങ്ങളുടെയും വിപണനത്തിന്റെ സംഗമവേദിയായി മൈതാനം മാറി. വൈകിട്ട് മുതൽ ക്ഷേത്രമൈതാനത്തേക്ക് പതിരുവാണിഭത്തിന് കുടുംബമായി ജനങ്ങൾ ഒഴുകിയെത്തി. പതിരുവാണിഭം ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. പൂരപ്രദർശന നഗരിയിലും വൻ തിരക്കനുഭവപ്പെട്ടു. പൂരാഘോഷത്തിന്റെ ഭാഗമായി നടന്ന നടപ്പുരമേളം ആവേശമായി. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി നടപ്പുരയിലാണ് പഞ്ചാരിമേളം അരങ്ങേറിയത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 100 കണക്കിന് ആസ്വാദകരാണ് ക്ഷേത്രപരിസരത്ത് മേളം ആസ്വദിക്കാനെത്തിയത്. പൂരാഘോഷത്തിന്റെ മുന്നോടിയായി ശനിയാഴ്ച രാത്രി തട്ടകങ്ങളിൽ വൈദ്യുതി കമാനങ്ങൾ, ആനച്ചമയ പ്രദർശനം, ബാൻഡ് വാദ്യം എന്നിവ അരങ്ങേറി. കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 കിലോമീറ്റർ ദൂരത്തിലൊരുക്കിയ വൈദ്യുതി അലങ്കാരങ്ങൾ ശ്രദ്ധേയമായി. വിവിധ തട്ടകങ്ങളിലൊരുക്കിയ ആനച്ചമയ പ്രദർശനവും ദീപാലങ്കാരങ്ങളും കാണാൻ വലിയ തിരക്കാണ് ഗ്രാമവീഥികളിൽ അനുഭവപ്പെട്ടത്. പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പരിസരത്ത് ബാൻഡ് വാദ്യവും ഒരുക്കി. ലൈഫ് ഭവന പദ്ധതിക്ക് മുന്തിയ പരിഗണന നൽകി മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ്. വൈസ് പ്രസിഡന്റ് ഷംല ബജറ്റ് അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും ഉൽപാദന മേഖലയ്ക്കും മുന്തിയ പരിഗണന നൽകിക്കൊണ്ടാണ് മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് ഷംലയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്ക് 5,35,05,000 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. നെൽകൃഷി വികസനത്തിന് മാത്രമായി 67 ലക്ഷത്തോളം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമീണ റോഡ് നവീകരണത്തിന് 2,30,01,000 രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ 1 കോടി രൂപയും നവീകരണ പ്രവൃത്തികൾക്ക് 5 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. മുതുതലയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കുവാൻ 25 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. സ്ത്രീ സുരക്ഷാ പദ്ധതികൾക്കായി 1,68 ലക്ഷത്തോളം രൂപ നീക്കിവെച്ചു. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 18,98,170 രൂപയും ഭിന്നശേഷിക്കാർക്കായി 12 ലക്ഷത്തോളം രൂപയും നീക്കിവെച്ചു. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നതിനായി 4 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 19,21,000 രൂപ. ഇനി വിൽപ്പനയിലൂടെയുള്ള വരവുകൾ, അതിൽ ഫോറം വിൽപ്പന 2 ലക്ഷം, ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ വിൽപ്പന 50,000, മറ്റു വസ്തുക്കളുടെ വിൽപ്പന 20,000, ആകെ 2,70,000 രൂപ. ഇനി നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരവ്, നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ 25,000 രൂപ, ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ 6 ലക്ഷം, ആകെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരവ് 6,25,000 രൂപ. ഇനി ജനറൽ പർപ്പസ് ഗ്രാന്റ് 2,06,17,000 രൂപ, ആകെ ജനറൽ പർപ്പസ് ഗ്രാന്റ്
2,06,17,000. ഇനി ഡെപ്പോസിറ്റ് വരവ്. അടുത്തത് അതിൽ നിര കൈദ്രവ്യം അതിൽ 50,000. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 1,00,000. നിക്ഷേപങ്ങൾ കണ്ടിലെത്തിയത് 1,00,000. 33,55,31,080 രൂപ വരവും 32,74,84,880 രൂപ ചിലവും 80,46,200 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി മണി അധ്യക്ഷനായിരുന്നു. മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. തൂതപ്പുഴയിലെ മുതുക്കിയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്ക് സമീപത്തു നിന്ന് മണ്ണും മണലും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. തിരുവേഗപ്പുറ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി പ്രദേശത്തെ പുഴയിൽ നിന്നും മണ്ണും മണലും നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ കരാറുകാരനോട് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ പുഴയിൽ നിന്നും മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അശാസ്ത്രീയമായ മണൽ നീക്കം സമീപത്തെ പാലത്തിനും പരിസ്ഥിതിക്കും അപകടകരമാണെന്ന് ചൂണ്ടിക്കാണിച്ച് മലപ്പുറം സ്വദേശികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി പൊതുതാൽപര്യ ഹർജി പരിഗണിച്ച് പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ വകുപ്പിന് നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണവും കോടതി തേടിയിട്ടുണ്ട്. അശാസ്ത്രീയമായാണ് പദ്ധതി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാതെയാണ് ഇപ്പോൾ പദ്ധതി പ്രദേശത്തെ ആഴം കൂട്ടാനായി മണ്ണും മണലും നീക്കം ചെയ്യുന്നതെന്നാണ് ഹർജിക്കാരുടെ പരാതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നാട്ടുകാർ ആശങ്കകൾ പ്രകടമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉടൻ തന്നെ വിശദീകരണം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത്. അതേസമയം ഉത്തരവ് നിലനിൽക്കെ യാതൊരു അനുമതിയോ പാസോ ഇല്ലാതെ കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് മണലെടുക്കാൻ ലോറികൾ എത്തിയത് നാട്ടുകാർ തടയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കോറിയിലേക്ക് ലോറികൾ ഇറക്കാനായി ഫാക്ടറി മാലിന്യം തള്ളിയതും പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു. ഇത് നീക്കം ചെയ്യുവാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലയുടെ ഉപാസകൻ പെരിങ്ങോടിന്റെ പ്രിയപ്പെട്ട ഗണപതി മാസ്റ്റർ വിടവാങ്ങിയിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നും ചിത്രവർണ്ണങ്ങളുടെ തിളക്കമാണ്. ഗണപതി മാസ്റ്ററുടെ 87ാം ജന്മവാർഷികത്തിൽ അദ്ദേഹം വരച്ചു തീർത്ത ക്യാൻവാസുകളിലെ ആത്മബന്ധങ്ങൾ പുനർജനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യ സംഘടനയായ ഗൺപത് ഒരുക്കിയ ഗുരുസ്മരണീയം 2026 എന്ന ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ ഒരു ഗുരുദക്ഷിണയായി മാറി. ഗണപതി മാസ്റ്റർ വീടിൻ്റെ പൂമുഖത്താണ് ഇപ്പം നമ്മളെല്ലാവരും ഉള്ളത്. മാഷ് ഇവിടെ കുട്ടികളെ മരപ്പിക്കുക ഇങ്ങനെയാണ്. ഏറെയത്തെ ഇവിടെ നിന്ന് കുട്ടികളുടെ കൂടെ നിന്ന് ഇവിടെ തന്നെ മാഷ് നിൽക്കാതെ നിന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അത് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കുട്ടികൾ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ മൂത്തമകൾ ഏർക്കരമന ലീലാവാസുദേവൻ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ഓർമ്മപ്പൊലിമയ്ക്ക് തുടക്കമായത്. PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ TV നിഷ ഉദ്ഘാടനം ചെയ്തു. കവി ആലങ്ങോട് ലീലാകൃഷ്ണന്റെ പ്രഭാഷണം ഗുരുശിഷ്യബന്ധത്തിന്റെ ആഴം വിളിച്ചോതുന്നതായിരുന്നു. ചടങ്ങിൽ ഈ വർഷത്തെ ഗുരുസ്മരണീയം പുരസ്കാരം അഭിനവ് K അശോകിന് സമ്മാനിച്ചു. തുടർന്ന് മാസ്റ്ററുടെ ശിഷ്യനും ശില്പിയുമായ ജനാർദ്ദനൻ രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഗണപതി മാസ്റ്റർ തന്റെ ശിഷ്യർക്ക് ചിത്രകലയുടെ ആദ്യപാഠങ്ങൾ പകർന്നു നൽകിയ അതേ മണ്ണിലിരുന്നു കൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ ചിത്രകാരന്മാരും കൊച്ചുകൂട്ടുകാരും ചേർന്ന് ചിത്രങ്ങൾ വരച്ചു. ഹലോ, എൻ്റെ പേര് പ്രിയദത്ത, ഇത് നാരായണൻ. ഞങ്ങൾ ഗണപതി മാസ്റ്റർ ഏറ്റവും അവസാനത്തെ ശിഷ്യന്മാരാണ്. ഞങ്ങളെ ഫസ്റ്റ് പഠിപ്പിച്ചത് പൂവും പൂവിൻ്റെ ഉള്ളിലിരിക്കണ ഈ ചട്ടി പൂവൊക്കെയാണ് ആദ്യം വരയ്ക്കാൻ പഠിപ്പിച്ചത്. പിന്നെ ഞങ്ങൾ വീണ്ടും വരച്ചിട്ട് നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ മാഷ് നന്നായിട്ട് പഠിപ്പിച്ചു തരും. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഗണപതി മാഷ് ഏറ്റവും ഒടുവിൽ പൂക്കളും ചിത്രശലഭങ്ങളും വരയ്ക്കാൻ പഠിപ്പിച്ച കൊച്ചുമിടുക്കരും മിടുക്കികളും അദ്ദേഹത്തിന്റെ പൂമുഖത്ത് വീണ്ടും ചിത്രങ്ങൾ വരയ്ക്കാനെത്തിയതും ചടങ്ങിന്റെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളിലൊന്നായി മാറി. മാഷ് ഇന്നും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന തോന്നലാണ് ഈ ഉമ്മറത്തിരിക്കുമ്പോൾ ലഭിക്കുന്നത് എന്ന് ശിഷ്യൻ സന്തോഷ് ഗിരീശൻ ഭട്ടതിരി പറയുമ്പോൾ അത് കേവലം വാക്കുകളല്ല, മറിച്ചൊരു തലമുറയ്ക്ക് കല പകർന്നു നൽകിയ ഗുരുവിനോടുള്ള തീരാത്ത സ്നേഹമായിരുന്നു. മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ വരച്ചിട്ട ആ ചിത്രങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് ഒന്നു മാത്രമാണ്. ഗണപതി മാസ്റ്റർ എന്ന കലാകാരൻ തന്റെ ശിഷ്യരിലൂടെയും അവർ വരയ്ക്കുന്ന വർണ്ണങ്ങളിലൂടെയും കാലാതീതമായി എന്നും ജീവിക്കുമെന്ന ഉറപ്പ് മാത്രം. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരത്തിന്റെ ഭാഗമായി നടന്ന പതിരുവാണിഭം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും കച്ചവട സാധനങ്ങളും കൊണ്ട് മൈതാനം നിറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. വൈകിട്ട് 4 മുതൽ പുലർച്ചെ 5 മണി വരെയാണ് പതിരുവാണിഭം നടന്നത്. ഉണക്കമത്സ്യമാണ് പതിരുവാണിഭത്തിലെ പ്രധാന ഇനം.
പുഴമീനും വിവിധയിനം ശുദ്ധജല മത്സ്യങ്ങളും ധാരാളമായി വിൽപ്പനയ്ക്കെത്തി. കൊമ്പൻ സ്രാവ് മുതൽ വരാൽ വരെ വാങ്ങാൻ ജനങ്ങളുടെ വൻ തിരക്കുണ്ടായിരുന്നു. 500 രൂപയാണ് സ്രാവിന്റെ ശരാശരി വില. ഇടിച്ചക്ക മുതൽ പഴുത്ത ചക്ക വരെയും പച്ചമാങ്ങ, വിവിധയിനം അച്ചാറുകൾ, നാടൻ പഴങ്ങൾ, വാഴകൾ, വാഴക്കന്നുകൾ, വിത്തുകൾ, കൈക്കോട്ടുകൾ, കൈക്കോട്ട് തായകൾ, ഇരുമ്പ് പണിയായുധങ്ങൾ, വളകൾ, വളർത്തുകോഴികൾ, മാലകൾ, കുപ്പിവളകൾ, ചാന്തുപൊട്ട് തുടങ്ങിയവയെല്ലാം ഏകദിന ചന്തയിലുണ്ടായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സർക്കസുകാരും യന്ത്രഊഞ്ഞാലുകാരും കളിപ്പാട്ട വിൽപ്പനക്കാരും ഈ വർഷവും പതിർവാണിഭത്തിനെത്തി. കൊട്ടയും വട്ടിയുമായി എത്തുന്ന പഴയകാല കാരണവന്മാർ അത്യാവശ്യം ഒരു വർഷത്തേക്ക് വേണ്ടുന്ന വിത്തും പണിയായുധങ്ങളുമൊക്കെ വാങ്ങിയാണ് ഇവയുടെ നിന്ന് മടങ്ങിയത്. രാത്രി കച്ചവടത്തിന് തടസ്സമില്ലാത്ത വിധം ആവശ്യമായ വെളിച്ച സൗകര്യവും സുരക്ഷാ ക്രമീകരണങ്ങളുമെല്ലാം ഏർപ്പെടുത്തിയിരുന്നതായി കേന്ദ്ര പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.